ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ പെട്ടെന്നൊരു ജോലി വേണം എങ്കിൽ ഉടനെ തന്നെ SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ SSC MTSൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ CHSലും CGLനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ MTSൻ്റെ പ്രത്യേകത എന്താ? ഒറ്റ പരീക്ഷയുള്ളൂ. ഒറ്റ പരീക്ഷയിൽ നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഉടനെ തന്നെ എന്ത് വരുന്നുണ്ട്? ഈ SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എത്ര വെയിറ്റേജ് ഓഫ് മാർക്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് MTS എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയുന്ന പോലെ തന്നെ CGLും CHSലും കണ്ടക്ട് ചെയ്യുന്ന സെയിം ബോഡി ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എന്തും കണ്ടക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന MTS എന്ന് പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കപ്പോൾ വരാൻ പോകുന്നത് MTS 2026 ആണ്. ഇതിൽ പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് മൾട്ടി ടാസ്കിങ് സ്റ്റാഫും ഹവിൽദാറും, അല്ലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫും ഹവിൽദാറും. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്ക് ഒറ്റ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഹവിൽദാറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കിംഗ് കൂടി ഉണ്ടായിരിക്കും, പോസ്റ്റൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ പരീക്ഷ, ആ പരീക്ഷയിലെ മാർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിലേക്ക് പ്രവേശിക്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ആയിട്ടില്ല. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ മോഡ് നമുക്ക് ഓൺലൈൻ, നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ SSCയുടെ സൈറ്റിൽ നമുക്ക് പുതിയ SSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് MTS എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരുന്ന സമയത്ത് അവിടെ ഓപ്പൺ ആയി വരും, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു CBT എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഒരു എക്സാം ഉണ്ടായിരിക്കും. CBT എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരിക്കും, അതായത് ഒരു അറിയാമല്ലോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ബാക്കിയുള്ള CGLും CHSലും എക്സാം പോലെ തന്നെ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ഇനി അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഏതിന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫും ഉണ്ട്, അതേപോലെ തന്നെ ഹവിൽദാറും ഉണ്ട്. ഹവിൽദാറിന് നമുക്കൊരു പേഴ്സണൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. പക്ഷെ അത് വലിയ മെനക്കേടൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എളുപ്പത്തിൽ ബാക്കിയുള്ള ഫിസിക്കല് പോലെയൊന്നും അത്ര പാടാനുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ വെറിയിടാവൊന്നും വേണ്ട, സുഖമായിട്ട് അതും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ അതിന് ഈ പറയുന്ന ഒരു എഫിഷ്യൻസി ടെസ്റ്റ് കൂടിയുണ്ട്. പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നിങ്ങൾക്ക് ജോലിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്വാളിഫിക്കേഷൻ, CGL ഡിഗ്രിയാണ്, CHSൽ ഒരു +2 ലെവൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്തുമാത്രം മതി, 10th മെട്രിക്കുലേഷൻ മതി അല്ലേ. അപ്പോൾ ഈ ഒരു 10th ഉള്ള ഒരാൾക്കാരും ഈ ഒരു നോട്ടിഫിക്കേഷൻ വിട്ട് കളയരുത്. വരുന്ന സമയത്ത് അപ്പം തന്നെ ചാടിക്കയറി അപ്ലൈ ചെയ്തോണം. കാര്യം വെറും ക്ലാസ് 10 മാത്രം മതി അല്ലേ. അതായത് candidates must have passed class 10 matriculation or its equivalent. ഒന്നെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് അല്ലെ. അപ്പോൾ അത് മാത്രം മതി. ഇനി അത് ഏതെങ്കിലും റെക്കഗ്നൈസ് ആയിട്ടുള്ള ബോർഡോ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെ, അത് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മുമ്പ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനാണെങ്കിൽ 18 to 25 years ആണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ് ഉള്ളത് അല്ലെ, 2 പോസ്റ്റുകളാണ് ഉള്ളത് അല്ലെ. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് ഈ പറയുന്ന 18 to 25 years വരുന്നുണ്ട്. ഇനി ഹവിൽദാറിലേക്കാണെങ്കിൽ 18 to 27 years ആണ്. ഓക്കെ, 18 to 27 years ആണ്. ഓക്കെ, ഇനി ചില MTSനും ചില പോസ്റ്റുകൾക്കും ഒരു റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം എടുത്തു കഴിഞ്ഞാലും ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാറുണ്ട്, ഈ പറയുന്ന റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെയും ഉണ്ട്. ഇവിടെ റിലാക്സേഷൻസ് ആർക്കൊക്കെയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ അവർക്കൊരു 5 yearsന്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. 5 yearsന്റെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ OBC ആണെങ്കിൽ ഒരു 3 yearsന്റെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 years. ഓക്കെ, അങ്ങനെ ഉണ്ടായിരിക്കും. അതിൽ തന്നെ ജനറൽ ആണെങ്കിൽ OBC ആണെങ്കിൽ എത്ര ഏജ് ഇയേഴ്സിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ഇപ്പോൾ ജനറൽ ആയിട്ടാണെങ്കിൽ ഈ പറയുന്ന 18 to 25 ആണ്, പിന്നെ 18 to 27 ആണ് ഹവിൽദാർ ആണെങ്കിൽ. പിന്നെ ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്, ഡിഗ്രി ഒന്നും ആവശ്യമില്ല, 10th മാത്രം മതി, അത് വിട്ടുപോരുത്. ഇനി പാറ്റേൺ അല്ലെ, പാറ്റേൺ എന്താണ് ബാക്കിയുള്ള എക്സാം അല്ലെങ്കിൽ CHSലും CGLയും എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ടോട്ടലായിട്ട് ഇപ്പോൾ MTS പേപ്പർ എടുത്താൽ പേപ്പർ 1 മൊത്തം 270 ആണ് മാർക്സ് വരുന്നത് ലേറ്റസ്റ്റ് പാറ്റേൺ പ്രകാരം. ഇനി അതിൽ തന്നെ സെഷൻ 1 ജനറൽ അവയർനെസിന്റെ സെക്ഷൻ ഉണ്ടായിരിക്കും, അതേപോലെ സെഷൻ 2 ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 സെഷൻസ് വരുന്നത്. ഓക്കെ,
ഇനി ഇവിടെ സെഷൻ 1 നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും, നോൺ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. സെഷൻ 2 വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന 1 മാർക്ക് വെച്ചിട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആക്ച്വലി ഇപ്പം നമ്മൾ സെഷൻ 1 നമ്മൾ പറയുമ്പോഴത്തേക്കും സെഷൻ 1 പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ മാത്സും റീസണിങ്ങും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ മേടിച്ചാൽ മതി, അത് മതി. ഇനി നമ്മുടെ മെറിറ്റ് പറയുന്നത് ജനറൽ അവയർനെസ്സിന് മാർക്ക് വെച്ചിട്ടാണ്. ജനറൽ അവയർനെസ് നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു, ജനറൽ അവയർനെസ്സിനും ഇംഗ്ലീഷിനും നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു, സെഷൻ 2 അത് വരുന്നത്. അപ്പോൾ അതിന് എത്ര സ്കോർ ചെയ്യുന്നോ അതിലിപ്പം എത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ അതിന് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും. എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു 45 മിനിറ്റ്സ് പെർ സെഷൻ വെച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു MTSന്റെ 2026 പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സെഷൻ 1 സെഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മാത്സും റീസണിങ്ങിനെ ഓർത്ത് വെറിയിടാതെ വേണ്ട. ഇപ്പോൾ മാത്സും റീസണിങ്ങും ഒക്കെ ചെറുതായിട്ടൊന്ന് പുറകെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ GK അത്യാവശ്യം സ്ട്രോങ് ഹോൾഡ് ഉള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന SSC MTS എക്സാം. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി. ഇംഗ്ലീഷും GKയും വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ MTS ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ MTSോട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. അപ്പം ഇത് ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ MTSന്റെ ഒരു ലോങ് ടൈം ബാച്ച് ഓൾറെഡി നമ്മുടെ ACET അക്കാഡമിയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ റിലേറ്റഡ് മാറ്റേഴ്സിന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പഠിക്കുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അറിയാമല്ലോ, എല്ലാ വർഷങ്ങളിലും കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് MTS എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്, സോ അതിനെ ബേസ് ചെയ്ത് ഫുൾ ആൻഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ അനാലിസിസ് സെഷൻസ്, അതായത് ഓരോ ടോപ്പിക്കിനെ വെച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. പിന്നെ PYQ ക്വസ്റ്റ്യൻസ്, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ്, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, GKയും ഇംഗ്ലീഷുമാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം നമ്മുടെ റാങ്ക് മേളിലോട്ട് കയറും. സോ അതിനെ ബേസ് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് GK ഇംഗ്ലീഷ് സെഷൻസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ വെച്ചിട്ട് ലോങ് ടൈം ബാച്ച് വരുന്നുണ്ടാവും. സോ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. സോ ആ സമയത്ത് പ്രോപ്പറായി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക, സ്ട്രക്ചർ ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.